സർ, ചീട്ടുകളി നടക്കുന്ന കെട്ടിടത്തിന്റെ ഉടമ വന്നിട്ടുണ്ട് സർ. ഇങ്ങോട്ട് കൊണ്ടുവാ, ഞാൻ അവനൊന്ന് കൈകാര്യം ചെയ്യട്ടെ. ആ ASയോട് ഇങ്ങോട്ട് വരാൻ പറ. ശരി സർ. നമസ്കാരം സർ. ഇതൊന്നും എടുത്തു തന്നെ. എത്ര നാളായടാ ഈ പണി തുടങ്ങിട്ട്? ഞാൻ എന്റെ അച്ഛൻ്റെ കൂടെ നടന്ന് പഠിച്ചത് സാറേ. അച്ഛൻ മരിച്ച പിന്നെ ഒറ്റയ്ക്കാ സാറേ. ഓഹോ, അപ്പൊ വർഷങ്ങളോ എല്ലടാ ഈ പണി തുടങ്ങിട്ട്? ഒരു ദിവസം എത്ര രൂപ കിട്ടും? 750. പക്ഷെ സാറിന്റെ വീട്ടിലാകുമ്പോ സാർ ഇഷ്ടമുള്ളത് തന്നാ മതി. ഒരു ദിവസത്തെ പണിയല്ലേ ഉള്ളൂ. ഇനിയിപ്പോ കൂലി തന്നില്ലെങ്കിലും ഞാൻ ചെയ്തോളാം. എന്റെ വീട്ടിലോ? എന്ത് പണി? സാറിന്റെ വീടിന്റെ പുറവശത്തെ ജനലിന്റെ ഭാഗം പൊളിഞ്ഞു. അത് നന്നാക്കാൻ ആളെ വേണമെന്ന് നമ്മുടെ സബാസ്റ്റ്യൻ സാർ ഒന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എന്ന് പണിക്ക് വരണമെന്ന് ചോദിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെ സാറേ. പിന്നെ നേരത്തെ പറഞ്ഞൂടെ? അതിനൊരു അവസരം സാർ തന്നിട്ട് വേണ്ടേ? അതിനു മുമ്പേ കഴുത്തിൽ കുത്തിപ്പിടിച്ചില്ലേ? അതെ, മേസ്തിരി ക്ഷമിക്കണം. ചീട്ടുകളിക്ക് സ്ഥലം വാടകയ്ക്ക് കൊടുക്കുന്ന ഒരുത്തനാ ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നു. മേസ്തിരി കയറി വന്നപ്പോ ഞാൻ വിചാരിച്ചു ഒന്നും പറ്റില്ലല്ലോ അല്ലേ? മേസ്തിരി ഒരു ചായ. അയ്യോ വേണ്ട സാറേ, ചായ ഒന്നും വേണ്ട, ഞാൻ പൊക്കോട്ടെ. അല്ല പണിക്ക് എന്നാ വരണ്ടേ? നാളെ തന്നെ പോരെ? ഓഹോ ശരി. അതെ, ഇവിടെ നടന്ന കാര്യം മേസ്തിരി ആരോടും പറയണ്ട. ആള് മാറി സ്ഥലം വെച്ച് മേസ്തിരി ഇടിച്ചു എന്ന് പുറത്തറിഞ്ഞ അതിന്റെ നാണക്കെട്ട് മേസ്തിരിക്കാ. വരട്ടെ. ഇടിച്ച് പരിപ്പെടുത്തു. ആ കെട്ടിട ഉടമയെ വിളിക്കണോ സാർ? ഓ, ഒന്ന് വിളിച്ചാണല്ലോ. അപ്പൊ കെട്ടിടം വാടക കൊടുക്കുന്ന ആളല്ല വന്നത്, കെട്ടിടം കെട്ടുന്ന ആളാ വന്നത്. ചോദ്യം ചെയ്യാനുള്ള മൂഡ് പോയി. അയാളോട് സാങ്കല്പിക കസേരയിൽ കുറച്ചു നേരം കൂടെ ഇരിക്കാൻ പറ. ശരി സാർ. ആലീസിനോട് വരാൻ പറ. കോടതി കൊടുക്കാനുള്ള ഫയൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആലീസ് ഇതുവരെ വന്നില്ല സാർ. മണി 10 വന്നില്ലേ? ഇല്ല. ഇതിവിടെ നടക്കില്ല. എന്തോ നീ കാണിക്ക. എന്താ ആലീസ്, ആരെങ്കിലും ഓടിച്ചോ? വരുന്ന വഴിക്ക് സ്കൂട്ടർ കംപ്ലൈന്റ് ആയി. ഒരു മെക്കാനിക്കിനെ വിളിച്ച് നന്നാക്കി എല്ലാ ദിവസവും ഓരോരോ കാരണങ്ങളുണ്ട്. സത്യമാണ് സാർ. എപ്പോഴാ സ്കൂട്ടർ കേടായത്? ഒരു 9:45 കാണും. ശരിയാക്കാൻ എത്ര സമയം എടുത്തു? 15 മിനിറ്റ്. ആലിസ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. കൃത്യം 9:30 ഇവിടെ എത്തുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അത് എത്തിയിരിക്കണം. രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ശീലിക്കണം. മുഷിഞ്ഞു കിടന്ന തുണിയെല്ലാം അലക്കി തീർന്നപ്പോ 9:30 ആയി സർ. സർക്കാർ ശമ്പളം തരുന്ന സമയമെടുത്തല്ല തുണി അലക്കേണ്ടത്. ഭർത്താവ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ ശത്രുവായാൽ ഭാര്യ മേലുദ്യോഗസ്ഥന്റെ പഴി കേൾക്കേണ്ടി വരുമെന്ന കാര്യം എനിക്കിന്ന് ബോധ്യമായി സർ. വീട്ടിലൊരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട ജോലിയാ ഞാൻ 1 മണിക്കൂർ എടുത്ത് ചെയ്തേ. പണിയെടുത്ത് നടുവൊടിഞ്ഞു വന്നാലും പഴി. കഷ്ടപ്പെടാതെ സുഖിച്ച് ജീവിക്കണം എന്ന് കരുതുന്ന സ്ത്രീകളാണ് ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പഴി പറയുന്നത്. പഴി പറഞ്ഞതല്ല, എന്റെ സങ്കടം പറഞ്ഞതാ. ഇങ്ങനെ സങ്കടം പറയാനാണെങ്കിൽ എന്റെ അമ്മയൊക്കെ എന്തോരം സങ്കടം പറയണം. പറമ്പിൽ 4-5 പണിക്കാര്, വീട്ടിൽ 4-5 മക്കള്, തൊഴുത്തിൽ പശു, എപ്പോഴും ഓരോരോ ആവശ്യത്തിന് വിളിക്കുന്ന വയസ്സായ കാരണവന്മാര്. ഇതിനിടയിൽ ഒരു പരാതിയില്ലാതെ എല്ലാ ജോലിയും സന്തോഷത്തോടെ ഓടി നടന്ന് ചെയ്യുമായിരുന്നു എന്റെ അമ്മ. അതൊക്കെ പണ്ട്. എങ്ങനെ? മക്കളുമായി ഒതുങ്ങി കൂടുന്നവർക്ക് അതൊക്കെ നടക്കും. ഇതിപ്പോ മാസാമാസം 10-15,000 രൂപ ശമ്പളം കൊണ്ട് തരാൻ വേണം. ശമ്പളം ഇല്ലാതെ വീട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്യാൻ വേണം. ഇത് എവിടുത്തെ ന്യായം സർ? ആലിസേ, ഒരു അടിമത്തത്തിന്റെ ഭാഗമായി അല്ല ഭർത്താവ് ഭാര്യയോട് ജോലികൾ ചെയ്യാൻ പറയുന്നത്. അത് ഭാര്യയുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വേണ്ടിയാണ്. അരകല്ലിൽ അരയ്ക്കുമ്പോൾ കൈക്കും തോളിനും കിട്ടുന്ന ആരോഗ്യം, അരിയാട്ടുമ്പോൾ ഇടുപ്പിന് കിട്ടുന്ന സൗന്ദര്യം, മുട്ടമടിക്കുമ്പോഴും തുണി അലക്കുമ്പോഴും നടുവിന് ലഭിക്കുന്ന എക്സർസൈസ്, ഇതൊക്കെയാണ് സ്ത്രീകളെ അവരുടെ തനിമയിൽ നിലനിർത്തുന്നത്. സ്ത്രീകൾക്ക് മാത്രം ഈ തനിമ മതിയോ? ആണുങ്ങൾക്ക് വേണ്ടേ സർ? അതിനിപ്പോ ആണുങ്ങൾ പ്രസവിക്കുന്നില്ലല്ലോ. ആരോഗ്യമുള്ള അമ്മമാരിലൂടെയാണ് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. ആരോഗ്യമുള്ള ആ തലമുറയാണ് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. മനുഷ്യന് ഉപകാരപ്രദമെന്ന വ്യാജേന അടുക്കളയിൽ കയ്യേറിയിരിക്കുന്ന മെഷീനുകൾ സ്ത്രീകളുടെ ആരോഗ്യത്തെ ബാധിക്കുകയും പുരുഷന്റെ പോക്കറ്റ് കാലിയാക്കുകയും ചെയ്യും. സ്ഥലം SI എന്ന നിലയിൽ ഞാൻ ഇതിനെ ശക്തിയുക്തം എതിർക്കും. പ്രതാപൻ സാർ അവസാനം പറഞ്ഞ കാര്യം ആണുങ്ങളെ ഇതിൽ നിന്നും അകറ്റി നിർത്തുന്നത്. പോക്കറ്റ് ചോർച്ച. മേലധികാരിയായി സ്വന്തം ഭർത്താവിന്റെ ശകാരം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് സ്ഥിരമായി കേൾക്കുന്ന ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിൽ തെറ്റുണ്ടോ സർ? ഭർത്താവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യുക എന്നത് അയാളെ ധിക്കരിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ധിക്കാരിയായ ഒരു ഭാര്യയോടൊപ്പം കഴിയുക എന്നുള്ളത് ഭർത്താവിന് പുനർചിന്തിക്കാവുന്നതാണ്. അങ്ങയുടെ വിലയേറിയ അഭിപ്രായത്തിന് നന്ദി സർ.
കൂടുതൽ സമയം എടുത്തല്ലോ. എന്തായിരുന്നു പ്രഭാഷണം? സ്ത്രീ സൗന്ദര്യത്തിന് ആട്ടുകല്ല് സംസ്കാരത്തിലേക്ക് മടങ്ങിപ്പോവാൻ. സ്ത്രീകള് സാമ്പത്തികമായിട്ട് സ്വയം പര്യാപ്തരായിട്ട് ഒരു കാര്യമില്ല. അവര് ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് ഇഷ്ടമുള്ളത് വാങ്ങാനും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടി വേണം. സ്വാതന്ത്ര്യം വേണമെങ്കിൽ കല്യാണം കഴിക്കരുത്. താലിച്ചരടിന്റെ ബന്ധമില്ലെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഫ്രീ ബേഡായി പറക്കാം. എന്നിട്ട് വേണം അഴിഞ്ഞാടി നടക്കാന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. ഭാര്യ എന്ന ലേബലിൽ നിന്നുകൊണ്ട് എങ്ങനെ സ്വാതന്ത്ര്യം നേടിയെടുക്കാന്ന് വേണം ചിന്തിക്കാൻ. അതിനൊരു മാർഗമേ ഉള്ളൂ. ഭർത്താവ് ഭാര്യയെ അഗാധമായി സ്നേഹിക്കുകയും അന്ധമായി വിശ്വസിക്കുകയും വേണം. എന്നാ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അവരതിന് ചോദ്യം ചെയ്യില്ല. ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കില്ല സബീനെ. എല്ലാവർക്കും എല്ലാരെയും അറിയാം. അതൊക്കെ ചുമ്മാ. എന്റെ കാര്യം എടുക്ക്. ഞാൻ ആഗ്രഹിക്കുന്ന മാത്രയിൽ എന്റെ ഹസ്ബൻഡ് ദുബായിൽ ഇരുന്നത് നടത്തി തരും. അത് മനസ്സിലായില്ല. സബീന ഇവിടെ ഇരുന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാ ഭർത്താവ് ദുബായിൽ ഇരുന്ന് നടത്തി തരുന്നത്? അതാ മനപ്പൊരുത്തം. ഭാര്യ കഷ്ടപ്പെടരുത്, അവൾക്കൊന്നിനൊരു കുറവുണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളെ ഭർത്താവായി കിട്ടുന്നതാ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ പുണ്യം. ഞാൻ ആ കാര്യത്തിൽ ഭാഗ്യവതിയാ. ആലിസേച്ചിയുടെ പ്രതാപൻ സാറിനെ പോലെ എന്തിനും ഇതിന് ചാടിക്കടിക്കാൻ വരുന്ന ഒരു ഭർത്താവായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ ഡിവോഴ്സ് ചെയ്തേനെ. ആര് പറഞ്ഞു പ്രതാപേട്ടൻ ചാടിക്കടിക്കാൻ വരുമെന്ന്? ഞാൻ കാണുന്നതല്ലേ. അത് ഇവിടെ, ഇത് പോലീസ് സ്റ്റേഷനാ. ഇവിടെ പ്രതാപേട്ടൻ സബ് ഇൻസ്പെക്ടറും ഞാൻ കോൺസ്റ്റബിളോ. ആ രീതിയിലേ ഞങ്ങൾ പെരുമാറും. സബീന വീട്ടിലേക്കൊന്ന് വന്നു നോക്ക്. ഞങ്ങൾ ശരിക്കും ഇന്നലെ കല്യാണം കഴിച്ചവരെ പോലെ പെരുമാറുന്നേ. ഒന്ന് കാണണം. ഓ, അങ്ങനെ സ്നേഹമുള്ളവർ വീട്ടിലൊരു സ്വഭാവം ഇവിടെ വരുമ്പോ വേറൊരു സ്വഭാവം കാണിക്കാറില്ല. സത്യം. ഒരു തരത്തിൽ പറഞ്ഞ പ്രതാപേട്ടന്റെ കൂടെ ക്യാബിനിൽ നിൽക്കുമ്പോ എനിക്ക് പേടിയാ. ഞങ്ങൾ വീട്ടിലാണെന്ന് കരുതി എന്തെങ്കിലും കുസൃതി കാണിക്കുമെന്ന്. അങ്ങനെ ഇവിടെ വെച്ചൊന്നും സംഭവിക്കാതിരിക്കാൻ ഞങ്ങളെ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത സ്വഭാവ രീതിയാ നിങ്ങൾ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിട്ടാണോ ഭാര്യ നടുവ് വേദനിച്ച് അലക്കട്ടെ എന്ന് വിചാരിക്കുന്നത്? ഭാര്യ കഷ്ടപ്പെടുന്നതിൽ സങ്കടമുള്ള ഒരു ഭർത്താവാണേൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു തന്നേനെ. വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഇലക്ട്രിക് അവൻ, ഇതിനോടൊക്കെ പ്രതാപേട്ടന് അലർജി. അതുകൊണ്ടാ. പിന്നെ കറണ്ട് ചാർജ് കൂടുന്നുള്ള പേടി. ചേച്ചി ശ്രമിച്ച ഈ അലർജിയും പേടിയൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. ഒരാണിന് പെണ്ണിനോട് ഏറ്റവും കൂടുതൽ പ്രണയം തോന്നുന്ന ഒരു സമയമുണ്ട്. ആ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമുക്ക് ആവശ്യമുള്ളതൊക്കെ അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം. ബെഡ്റൂം നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കണോന്ന്. അപ്പ സമ്മതിച്ചാ സമ്മതിച്ചു, പിന്നെ വാക്കുമാറില്ല. അങ്ങനെയാ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഞാൻ എന്റെ വീട്ടിലെ മുഴുവൻ ഗൃഹോപകരണങ്ങളും വാങ്ങിയത്. 2 വർഷത്തിനുള്ളിലോ? അതിന് സബീനയുടെ ഹസ്ബൻഡ് ദുബായി പോയിട്ട് 2 വർഷം കഴിഞ്ഞല്ലോ. ചേച്ചിക്ക് വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ എന്റെ വീട്ടിലിരിക്കുന്നത് തരാം. കഴിഞ്ഞ മാസം ഞാൻ പുതിയൊരെണ്ണം വാങ്ങി, ഫുൾ ഓട്ടോമാറ്റിക്. പഴയത് ചേച്ചി വേണമെങ്കിൽ എടുത്തോ. പണം കൊടുത്തു വാങ്ങാനല്ലേ പ്രതാപ സാറിന് മടിയുള്ളൂ. ഇതിന് എനിക്ക് കാശൊന്നും തരണ്ട. അങ്ങനെ ഇപ്പൊ വല്ലവരുടെയും പഴയത് വീട്ടിൽ കൊണ്ടുപോയിടേണ്ട ഗതികേടൊന്നും എനിക്കില്ല. വാങ്ങുന്നെങ്കിൽ പുതിയത് വാങ്ങണം. ഞാനും നോക്കട്ടെ പുതിയൊരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ പറ്റുമോന്ന്. വണ്ടിയിലല്ല. എന്നാ മോളെ പ്രശ്നം? നീ വീട്ടിലോട്ട് വാ, നമുക്ക് അവിടെ പോയിരുന്ന് സംസാരിക്കാം. കാര്യം എന്തെന്ന് വെച്ചാ പറയച്ചി. എന്നെ കണ്ടിട്ടിപ്പോ എന്ത് തോന്നുന്നു? നിനക്ക് നല്ല ക്ഷീണമുണ്ട്. അല്പ തടി കൂടിയിട്ടുണ്ട് ചേച്ചി. ഇപ്പോഴാ അവിടുന്ന്. ഞാൻ ക്ഷീണിച്ചു. എങ്ങനെ ക്ഷീണിക്കാതിരിക്കും? അടുക്കള പണി മുഴുവൻ ചെയ്യണം, പിന്നെ സ്റ്റേഷനിലെ ഡ്യൂട്ടി, രണ്ടിടത്തും കഷ്ടപ്പാടാ. അതിപ്പോ ഞങ്ങളുടെ കുഴപ്പമാണോ മോളെ? നീ നിന്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ. വീട്ടിലായിരുന്നപ്പോ കുനിഞ്ഞൊരു പ്ലാവല പോലും നിന്നെ കൊണ്ട് എടുപ്പിച്ചിട്ടില്ല. എല്ലാം ചെയ്തു തരാൻ ജോലിക്കാരും ഉണ്ടായിരുന്നു. അതിനേക്കാൾ വലിയ സുഖം ഏതാണ്ട് കിട്ടുമെന്ന് കരുതിയല്ലേ നീ ചാടിപ്പോയത്. അല്ല മോളെ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിന്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് കാണുമ്പോൾ അപ്പനെന്ന നിലയിൽ എന്റെ നെഞ്ചു വലിക്കും. ചേച്ചിയെ കഷ്ടപ്പെടുന്ന അളിയനെ സ്ഥലം മാറ്റണം, എന്നാലേ അങ്ങേര് പഠിക്കൂ. അപ്പ മേളോട്ടൊന്ന് വിളി. എന്റെ കർത്താവേ. ഓ സോറി. സ്ഥലം മാറ്റി തീരുന്ന പ്രശ്നമൊന്നും അല്ലിത്. എന്റെ വീട്ടു ജോലി കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം. ടോണിക്കുട്ടിയേടാ, നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന സരോജത്തിനെ ഇവളുടെ വീട്ടിലോട്ട് വിട്ടാലോ? അപ്പൊ അപ്പന്റെ കാര്യം? അപ്പൊ അതല്ല, അപ്പൊ നമ്മുടെ വീട്ടിലെ ജോലി ആര് ചെയ്യും? അത് ഒരു വീട്ടു ജോലിക്കാരുടെ ആവശ്യമൊന്നും എനിക്കില്ല. തൽക്കാലം എനിക്കൊരു വാഷിംഗ് മെഷീൻ കിട്ടിയാൽ മതി. അത്രേ ഉള്ളോ? മോളെ, നമുക്ക് ഇപ്പൊ തന്നെ ഒരു ഉഗ്രം വാഷിംഗ് മെഷീൻ മേടിക്കാം. നീ വാ.
പക്ഷെ അപ്പച്ചന്റെ ഔദാര്യം പ്രതാപേട്ട സ്വീകരിക്കില്ല. ഞങ്ങൾ മേടിച്ചെന്ന് പറയണ്ട, ചേച്ചിയുടെ ശമ്പളം കൊടുത്ത് മേടിച്ചെന്നങ്ങ് പറഞ്ഞാ മതി. അതല്ലേ കുഴപ്പം. കാശ് കൊടുത്ത് വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ ഒന്നും വാങ്ങാൻ പ്രതാപേട്ട സമ്മതിക്കില്ല. എടീ എങ്കിൽ ഗിഫ്റ്റ് കിട്ടിയാണെന്ന് പറഞ്ഞാ മതിയെന്നേ. എന്തിനാ ഗിഫ്റ്റ് കിട്ടിയെന്ന് ചോദിച്ചാ അതിപ്പോ മോളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയാണെന്ന് പറയണം. അതിന് ഇനിയും 2-3 മാസം ഉണ്ട് അപ്പച്ച. അതിപ്പോ എങ്ങനെ ശരിയാകും? വാഷിംഗ് മെഷീൻ വേണം താനും, അത് സമ്മാനമായിട്ട് കിട്ടുകയും വേണം. എന്റെ എന്തെങ്കിലും പ്ലാനിങ് വഴിയാ കിട്ടിയെന്ന് അറിഞ്ഞാൽ പ്രതാപേട്ടൻ ചിലപ്പോൾ അത് തിരിച്ചു കൊടുത്തൊന്നും ഇരിക്കും. ആളിയെ സംബന്ധിച്ച് വാഷിംഗ് മെഷീൻ വീട്ടിലെത്തണം, അത്രയല്ലേ ഉള്ളൂ. വഴിയുണ്ടാക്കാം. ചേച്ചി ധൈര്യമായിട്ട് വീട്ടിലേക്ക് ചെല്ലും. 2 ദിവസത്തിനകം ഞങ്ങൾ അതിനുള്ള ഏർപ്പാട് ഉണ്ടാക്കിയിരിക്കും. എനിക്കിത് വിശ്വസിക്കാലോ അല്ലേ? ഇവന്റെ ബുദ്ധിയിൽ എന്താ തെളിയുന്നെന്ന് നോക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ വഴി ഉണ്ടാക്കാം. നീ ധൈര്യമായിട്ട് പോ മോളെ. അല്ല, എന്താ നിന്റെ ഐഡിയ? സിമ്പിൾ. ആരും അറിയാതെ നമ്മൾ രാത്രി ഒരു വാഷിംഗ് മെഷീൻ കൊണ്ടുപോയി ചേച്ചിയുടെ സിറ്റ് ഔട്ടിൽ വെക്കുന്നു. രാവിലെ വാതിൽ തുറന്ന് SI പ്രതാപചന്ദ്രൻ നോക്കുമ്പോ ഒരു വാഷിംഗ് മെഷീൻ. അയാൾ അപ്പോഴേ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ് പോലീസുകാർ വന്ന് ഏതോ കള്ളന്മാര് മോട്ടിച്ചുകൊണ്ട് വന്ന തൊണ്ടി മുതലാണെന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോകും. നമ്മുടെ കാശും പോകും. ഓ, ഇങ്ങനത്തെ ഏതെങ്കിലും പൊട്ടബുദ്ധിയായിരിക്കും നിന്റെ തലയിലെന്ന് ഞാൻ അപ്പോഴേ ഊഹിച്ചു. അപ്പോ ഇനി വേറെ അയ്യോ, നീ ഒന്നും ആണോചിക്കണ്ട, ഞാൻ ആണോചിച്ചോളാം. അപ്പ ഇത് ബോധ്യപ്രശ്നമല്ല, അപ്പന് ബോധോദയം ഉണ്ടാവാൻ. എടാ ജോണിക്കുട്ടി, എന്റെ മനസ്സിലൊരു ഐഡിയ പറയാം. ആദ്യം ഏതെങ്കിലും ഒരു സംഘടനയുടെ സമ്മാന കൂപ്പൺ സംഘടിപ്പിക്കണം. നമുക്കൊരെണ്ണം ഉണ്ടാക്കാം. മതി. അത് വെച്ച് ഒരു കളിയുണ്ട്. എടാ മരുമോനെ മാനെ, നിനക്ക് പോലീസ് ബുദ്ധിയാണെങ്കിൽ എനിക്ക് വക്രബുദ്ധിയാ. കാണിച്ചു തരാം. ഹലോ, തച്ചങ്കോട് പോലീസ് സ്റ്റേഷൻ. സാറേ, ടൗണിൽ 2 ഗുണ്ടകൾ വന്ന് ബഹളം ഉണ്ടാക്കുക. കച്ചവടക്കാർക്കല്ല അവർ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. വേഗം വന്ന് അറസ്റ്റ് ചെയ്യണം സാറേ. ഹലോ 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 ഹലോ, SI പ്രതാപചന്ദ്രൻ സാറ് 2 പിടികിട്ടാ പുള്ളികളെ തപ്പി നെയ്യാറ്റിൻകരയിലേക്ക് പോയിരിക്കുക. വന്നാലുടൻ സാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ഉടൻ എത്തുന്നതായിരിക്കും. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞതിന് നന്ദി. കഷ്ടപ്പെട്ട് ഭക്ഷണം കഴിച്ചുണ്ടാക്കിയ ഈ ശരീരം വെറുതെ ഇടികൊള്ളാനുള്ളതല്ല. അടുത്ത കുരിശ് എന്താണാവോ? ഹലോ, തച്ചങ്കോട് പോലീസ് സ്റ്റേഷനല്ലേ? അതെ, ഞാൻ പോത്തങ്കോട് പാലേപ്പടി റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആണ്. ഞങ്ങളുടെ പ്രതിഭാസ നറുക്കെടുപ്പിൽ ഇത്തവണത്തെ സർപ്രൈസ് സമ്മാനം അടിച്ചിരിക്കുന്നത് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിലെ ആലീസ് പ്രതാപ് ചന്ദ്രനാണ്. അവരുടെ അഡ്രസ്സിൽ സമ്മാനം പാഴ്സൽ സർവീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പറയാൻ വിളിച്ചു. ആ പാഴ്സൽ സർവീസിൽ നിന്നും ഈ നമ്പറിൽ അവർ വിളിച്ചോളൂ. ഓക്കെ എന്നാ. ഹലോ, ആലിസിന് സമ്മാനം. ഇതിനിടയിൽ അവളിപ്പോ പോത്തങ്കോട് പോയി. ഇനിയിപ്പോ എന്ത് സമ്മാനമായിരിക്കും? ഹലോ, ഇത് പാഴ്സൽ സർവീസിൽ നിന്നാണ്. ഈ സ്റ്റേഷനിലെ ആലീസ് പ്രതാപചന്ദ്രന് ഒരു പാഴ്സൽ ഉണ്ടായിരുന്നു കേട്ടോ. നറുക്കെടുപ്പിൽ സമ്മാനാർഹമായ കൂപ്പണുമായി വന്ന് പാഴ്സൽ കൈപ്പറ്റണം കേട്ടോ സാറേ. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ ഇതുള്ളതാ. ഇനി അഡ്രസ് വല്ലതും മാറിപ്പോയതാണോ? ആലീസ്, ആലീസ്. എന്താ സാർ? എന്തിനാ പോത്തങ്കോട് പോയത്? മിനിസ്റ്റർ പങ്കെടുത്ത പരിപാടിക്ക് സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോയതാ. അവിടെ വെച്ച് എന്തെങ്കിലും കൂപ്പൺ എടുത്തായിരുന്നോ? ഇല്ലല്ലോ. ആ, കുറച്ച് കുട്ടികൾ റെസിഡൻസ് അസോസിയേഷന്റെ കൂപ്പണാന്ന് പറഞ്ഞ് വന്നപ്പോ കൂപ്പൺ എടുത്തായിരുന്നു. ഒരു ഡ്യൂട്ടിക്ക് പോകുമ്പോ അതിൽ ഉത്തരവാദിത്തം കാണിക്കണം. അല്ലാതെ വെറുതെ കാശ് കളഞ്ഞു കൂപ്പൺ എടുക്കുകയല്ല വേണ്ടത്. അത് വെറും 5 രൂപയുടെ കൂപ്പണായിരുന്നു സാർ. അത് ചിലപ്പോ എന്റെ കയ്യിൽ കാണും. നോക്കട്ടെ. ഇതാ സാർ കൂപ്പൺ. എന്താ സാർ പ്രശ്നം? ഈ കൂപ്പൺ ഒരു സർപ്രൈസ് സമ്മാനം ഉണ്ടെന്ന് അസോസിയേഷൻകാർ വിളിച്ചു പറഞ്ഞിരുന്നു.
ഇപ്പൊ പാഴ്സൽ സർവീസിൽ നിന്നും വിളിച്ചു. ഓ 5 രൂപയുടെ കൂപ്പണല്ലേ, വല്ല 100 രൂപയുടെ സമ്മാനമായിരിക്കും. ആ, അത് ആലീസാണോ തീരുമാനിക്കുന്നത്? 10 രൂപയുടെ ലോട്ടറിക്ക് 10 ലക്ഷം 20 ലക്ഷം രൂപയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇവരുടെ എന്തോ ചെറിയ സമ്മാനമാണെന്നേ, ഞാനെങ്ങും വാങ്ങാൻ പോകുന്നില്ല. ആ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സമ്മാനമല്ലേ, അത് പോയി വാങ്ങണം. ഓ, ഞാൻ പോയി സമ്മാനം വാങ്ങി വരുമ്പോ പ്രതാപൻ സാർ പറയും ഇതെന്തിനാ ഇവിടെ, വേറെ ആർക്കെങ്കിലും കൊടുക്കാന്ന്. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ആ, ഇത് കാശ് കൊടുത്ത് വാങ്ങുന്നതല്ലോ, ചുമ്മാ കിട്ടുന്നതല്ലേ. അതുകൊണ്ട് എന്ത് സമ്മാനമാണെങ്കിലും ഇത്തവണ പ്രതാപൻ സാർ അങ്ങനെ പറയില്ല. സമ്മാനം എന്താണെങ്കിലും സന്തോഷത്തോടെ ഇത് സ്വീകരിക്കാമെങ്കിലും ഞാൻ പോവും. എന്നാ ആലീസ് പോണ്ട, ഞാൻ വൈകിട്ട് വരുമ്പോ പാഴ്സൽ സർവീസ് കയറി വാങ്ങിച്ചോളാം. എനിക്ക് അതാ സന്തോഷം. പക്ഷേ മറന്നേക്കരുത്. SI പ്രതാപേന്ദ്രനെ ഇനി ഇക്കാര്യം ഓർമ്മിപ്പിക്കണ്ട. സമ്മാനമായിട്ട് ഞാൻ ഈ വീട്ടിൽ വരൂ. ഓക്കെയോ? ആ, ആ, സബീനെ, നാളെ രാവിലെ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരുമോ? എന്തിനാ ചേച്ചി? നാളെ രാവിലെ കപ്പയും മീൻകറിയോ. ആഹാ, സബീന പറയാറില്ലായിരുന്നോ എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന കപ്പയുടെയും മീൻകറിയുടെയും ടേസ്റ്റ് നാവിന്ന് പോയിട്ടില്ല എന്ന്? അത് സത്യ. നോക്കട്ടെ രാവിലെ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങാൻ പറ്റൂന്ന്. ഇല്ലെങ്കിൽ ചേച്ചി ഒരു പാഴ്സൽ കൊണ്ടുവന്നാ മതി. ആ, വീട്ടിൽ വന്നാ തരാം, അല്ലാതെ ഇങ്ങോട്ട് കെട്ടിച്ചുമന്നുകൊണ്ട് വരാനൊന്നും എന്നെ കൊണ്ടുവെക്കൂല. ആ, കപ്പയും മീൻകറി അല്ലല്ലോ, വേറെന്തോ ഉണ്ട്. അതിനാ ഈ ക്ഷണം. അതെ, ഞാൻ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങി. ഏ, അപ്പൊ പ്രതാപ് സാർ സമ്മതിച്ചോ? ശ്ശോ, പതുക്കെ. പ്രതാപൻ സാർ ഇന്ന് വൈകിട്ട് വാങ്ങിക്കൊണ്ട് വരും. അതുവരെ വേറെ ആരും അറിയണ്ട. അപ്പൊ എന്റെ ബെഡ്റൂം ഉപദേശം ഏറ്റു. ഇതിന് ബെഡ്റൂമായിട്ട് ഒരു ബന്ധവുമില്ല, ബുദ്ധിയാ ബുദ്ധി. അപ്പൊ നാളെ വരികയാണെങ്കിൽ കപ്പയും തിന്നാം, പുതിയ വാഷിംഗ് മെഷീനും കാണാം. വാഷിംഗ് മെഷീൻ ഇവിടെ വെക്കണോ അതോ ആ ഭിത്തിയുടെ സൈഡിൽ വെക്കണോ? ഇവിടെ ആകുമ്പോ സ്വിച്ച് ബോർഡ് ഉണ്ട്, പക്ഷേ ഹോസ് അവിടെ വരെ നീട്ടിയിടേണ്ടി വരും. ആ, കൊണ്ടുവന്നിട്ട് നോക്കാം. ഹലോ അപ്പച്ചാ. ആ എങ്ങനെയുണ്ട് മോളെ അപ്പന്റെ ബുദ്ധി? സമ്മതിച്ചു തന്നിരിക്കുന്നു. പിന്നെ ഇത് മുഴുവൻ എന്റെ ഐഡിയ, യോണിക്കുട്ടിയുടെ ഒരു ഐഡിയ പോലും ഇല്ല. പിന്നെ സാധനം അവിടെ എത്തിയേ? പ്രതാപേട്ടനെ എടുക്കാൻ പോയിരിക്ക. ഞാനിനി നേരത്തെ പോന്നു ഇവിടേക്കൊന്ന് റെഡിയാക്കിയിടാൻ. പിന്നെ മോളെ 18,000-ന്റെ ആ വാഷിംഗ് മെഷീൻ നീ കണ്ടിഷ്ടപ്പെട്ട ചോക്ലേറ്റ് കളറും വെള്ളയും മിക്സ് ചെയ്ത ആ വാഷിംഗ് മെഷീൻ തന്നെ. പിന്നെ പാഴ്സൽ സർവീസുകാരൻ നമ്മുടെ ആളാ, അതുകൊണ്ട് ഒരു രഹസ്യവും പുറത്തു പോകില്ല. ആ മരുമോനമാനെ പൊട്ടം കളിപ്പിച്ചിട്ടാണെങ്കിലും ഈ ഒട്ടുപാല് ബ്രാഞ്ച് വാങ്ങിയ ഒരു വക എന്റെ മോടെ വീട്ടിൽ ഇരിക്കുമല്ലോ, എനിക്കത് മതി. പ്രതാപേട്ടൻ വന്നെന്ന് തോന്നുന്നു, ഞാൻ പിന്നെ വിളിക്കാം. ഓ ശരി. നീ പറഞ്ഞ പോലെ ചെറിയ സമ്മാനമൊന്നും അല്ല, ഇത്തിരി വലിയ സമ്മാനം തന്നെ. ഓ, കൂടിപ്പോയാൽ 1000 രൂപയുടെ സമ്മാനം കാണും. സമ്മാനം എന്തെന്ന് കേട്ടാ നീ ഞെട്ടും. ഓ, എന്നെ ഞെട്ടിക്കാൻ മാത്രം വലിയ സമ്മാനമൊന്നും ആയിരിക്കില്ലെന്ന് എനിക്കറിയാം. എന്നാ ഒരു പന്തയം, നീ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് സമ്മാനമെങ്കിൽ നീ എനിക്ക് 1000 രൂപ തരണം. എന്താണ്? സമ്മതിച്ചു. എങ്കിൽ ഞെട്ടാൻ തയ്യാറായിക്കും. സമ്മാനം ലഭിച്ചിരിക്കുന്നത് വാഷിംഗ് മെഷീൻ. പിന്നെ ആ സത്യം, ഇത് കേട്ടിട്ട് നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്ത? വാഷിംഗ് മെഷീൻ കിട്ടിയിട്ട് എന്താ കാര്യം? അത് ഉപയോഗിക്കുന്നത് പ്രതാപേട്ടന് ഇഷ്ടമല്ലല്ലോ. പ്രതാപേട്ടന് ഇഷ്ടമില്ലാത്തൊന്നും എനിക്കും ഇഷ്ടമില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് സെബാസ്റ്റ്യൻ ഞാൻ പറഞ്ഞത്? താനല്ലേ പറഞ്ഞത് കാര്യങ്ങൾ അറിയുമ്പോ ആലിസ് പൊട്ടിത്തെറിക്കുമെന്ന്. എന്റെ ഇഷ്ടങ്ങൾ അറിയുന്നവളാണ് എന്റെ ഭാര്യ, അപ്പോൾ എന്റെ ഭാര്യയുടെ ഇഷ്ടങ്ങൾ ഞാൻ അറിയണ്ടേ? ആലിസ് പറ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ നിന്റെ ഇഷ്ടങ്ങൾ ഞാൻ അറിഞ്ഞു പെരുമാറണ്ടേ? സെബാസ്റ്റ്യ അതിങ്ങെടുക്ക്. സാർ, ഇത് നിനക്കൊരു സാരിയും മോക്കൊരു ഉടുപ്പും.
ഇതാണ് നിനക്കും മൂക്ക് ഏറ്റവും ഇഷ്ടമുള്ള മലബാർ ദം ബിരിയാണി. സന്തോഷമായല്ലോ? അപ്പൊ വാഷിംഗ് മെഷീനോ? ഏത് വാഷിംഗ് മെഷീൻ? നമുക്ക് സമ്മാനമായിട്ട് കിട്ടിയ വാഷിംഗ് മെഷീൻ. ഇപ്പൊ നീയല്ലേ പറഞ്ഞത് എനിക്കിഷ്ടമല്ലാത്തൊന്നും നിനക്ക് വേണ്ടെന്ന്. അതുകൊണ്ട് ആ വാഷിംഗ് മെഷീൻ 5000 രൂപയ്ക്ക് ഞാൻ ഈ സെബാസ്റ്റ്യന് വിറ്റു.